പച്ചക്കറികളിൽ വെള്ളരിവർഗ പച്ചക്കറികളുടെ സ്ഥാനം അദ്വിതീയമാണ്. ഏറെ ജലാംശവും പോഷക മൂല്യങ്ങളുമുള്ള മത്തൻ, കുമ്പളം, പാവൽ, പടവലം, വെള്ളരി തുടങ്ങിയവയെല്ലാം ഈ വിഭാഗത്തിൽപ്പെടുന്നു. ആദായകരമായ സസ്യവിളയായതിനാൽ ഇത്തരം പച്ചക്കറികൾ വൻതോതിൽ കൃഷി ചെയ്യാൻ കർഷകർ മുന്നോട്ട് വരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ബാക്ട്രോസീറ കുക്കുർബിറ്റേ എന്ന ഇനം കായീച്ചകൾ പ്രധാന വില്ലന്മാരായി രംഗത്തെത്തുന്നത്. ഇവയുടെ ആക്രമണം ഏകദേശം 40 മുതൽ 50% വരെ ഉൽപാദന നഷ്ടമുണ്ടാക്കുന്നു. മറ്റു വെള്ളരിവർഗ പച്ചക്കറികളെ അപേക്ഷിച്ച് പാവൽ, പടവലം എന്നിവയിൽ കായീച്ച ശല്യം രൂക്ഷമായി കണ്ടുവരുന്നു. പൂക്കളിൽ നിന്ന് വാർന്നു വീണ നന്നേ ചെറിയ കായ്കളിലാണ് പെണ്ണീച്ചകൾ മുട്ടയിടുന്നത്. മുട്ട വിരിഞ്ഞുണ്ടാകുന്ന മാഗറ്റുകൾ കായുടെ അകത്ത് വളർന്ന് സമാധി ദശയ്ക്ക് മുമ്പായി പുറത്തു വരുന്നു. മണ്ണിനടിയിൽ സമാധി ദശ പൂർത്തിയാക്കുന്ന ഇവ കായീച്ചയായി വിരിയുന്നു. കായീച്ചയുടെ ആക്രമണമേറ്റ കായ്കൾ ആകൃതി നഷ്ടപ്പെട്ട് നേരിയ മഞ്ഞ നിറത്തിൽ കൃഷിയിടത്തിൽ കാണാം. ഇവയുടെ ഉൾഭാഗമാകട്ടെ അഴുകിയ നിലയിലുമായിരിക്കും. ഒരു കാലത്ത് എന്തിനുമേതിനും കീടനാശിനികളെ ആശ്രയിച്ചിരുന്നു കർഷകർ. എന്നാൽ ഇന്ന് അതിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് അവബോധം ഉൾക്കൊണ്ട് ജൈവ കൃഷി രീതികളിലേക്ക് കടന്നുവരുന്നു. നമ്മുടെ സംസ്ഥാനത്ത് ജൈവ കൃഷി നയം പ്രഖ്യാപിച്ചിട്ടുള്ള ഈ സാഹചര്യത്തിൽ കായീച്ച നിയന്ത്രണത്തിന് ഫലപ്രദമായ മാർഗമാണ് ക്യൂലിയർ ട്രാപ്പ്. കീടനാശിനികൾ പ്രയോഗിക്കാതെ വെള്ളരിത്തോട്ടങ്ങളിൽ കായീച്ചകളെ നിയന്ത്രിക്കാൻ അനുയോജ്യമായ ഒരു മാർഗമാണ് ഫിറമോൺ കെണി. സാധാരണയായി പെൺകായീച്ചകൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫിറമോണാണ് സെക്സ് ഫിറമോൺ. ബാക്ട്രോസീറ കുക്കുർബിറ്റേ വിഭാഗത്തിൽപ്പെടുന്ന ആൺകായീച്ചകളെ ആകർഷിക്കുവാൻ പെൺകായീച്ചകൾ പ്രകൃതിദത്തമായി ഉൽപ്പാദിപ്പിക്കുന്ന സെക്സ് ഫിറമോണിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ കെണി വികസിപ്പിച്ചിട്ടുള്ളത്. സെക്സ് ഫിറമോണിന്റെ അതേ രൂപഘടനയിൽ കൃത്രിമമായി തയ്യാറാക്കിയ പാരാഫിറമോണായ ക്യൂല്യൂറാണ് ഈ കെണിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ക്യൂല്യൂറിനോടൊപ്പം തന്നെ മാലത്യോൺ എന്ന കീടനാശിനി കൂടെ പ്ലൈവുഡ് കട്ടകളിൽ ചേർക്കുക വഴി ആകർഷിക്കപ്പെടുന്ന ആൺകായീച്ചകൾ പ്ലൈവുഡ് ബ്ലോക്കിലേക്ക് വന്ന് ചത്ത് കെണികളിൽ പെടുകയാണ് ചെയ്യുന്നത്. ഈ ക്യൂല്യൂർ ഫിറമോൺ കെണി പാവൽ, പടവലം തോട്ടങ്ങളിൽ ഏക്കറിന് 10 അല്ലെങ്കിൽ 20 മീറ്ററിൽ 1 എന്ന തോതിൽ ആണ് തൂക്കിയിടേണ്ടത്. ഇത്തരം കെണികൾ ഉപയോഗിച്ച് ആൺകായീച്ചകളെ നിയന്ത്രിക്കുവാനും അങ്ങനെ പ്രജനന നഷ്ടം മൂലം വരും തലമുറയുടെ അംഗസംഖ്യയെ ഗണ്യമായ രീതിയിൽ കുറയ്ക്കാനും സാധിക്കുന്നു. 6:4:1 എന്ന തോതിൽ ഈഥൈൽ ആൽക്കഹോളും ക്യൂലിയറും മാലത്യോണും ചേർന്ന ലായനിയിൽ തയ്യാറാക്കുന്ന പ്ലൈവുഡ് ബ്ലോക്കുകളാണ് കെണിയുടെ പ്രധാന ഭാഗം. ഇത്തരം ബ്ലോക്കുകൾ കാർഷിക സർവകലാശാല ഹോർട്ടിക്കൾച്ചർ കോളേജിലെ എൻഡമോളജി വിഭാഗത്തിൽ ബ്ലോക്ക് 1-ന് 150 രൂപ നിരക്കിൽ ലഭ്യമാണ്. വലിച്ചെറിയുന്ന ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പികൾ ഉപയോഗിച്ച് വളരെ ലളിതമായി ഈ കെണി തയ്യാറാക്കാം. ക്യൂലിയർ ബ്ലോക്ക്, ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പി, നൂല്, ബ്ലേഡ്, കത്രിക ഇവയാണ് കെണി നിർമ്മിക്കാൻ ആവശ്യമായ വസ്തുക്കൾ. പ്ലാസ്റ്റിക് കുപ്പിയുടെ കീഴ്ഭാഗം മുറിച്ചു മാറ്റുന്നതാണ് കെണി നിർമ്മാണത്തിന്റെ ആദ്യ ഘട്ടം.
തുടർന്ന് വശങ്ങളിൽ ചെറിയ പാളികൾ മുറിച്ച് ജനാലകൾ നിർമ്മിക്കുന്നു. ബ്ലോക്കിലെ ഫിറമോൺ പ്രസരിക്കുന്നതിനും അങ്ങനെ ആകർഷിക്കപ്പെടുന്ന കായ്ച്ചകൾ ബ്ലോക്കിൽ എത്തിച്ചേരുന്നതിനും വേണ്ടിയാണിത്. പിന്നീട് പാക്കിൽ നിന്നെടുത്ത ബ്ലോക്ക് നൂലിൽ കെട്ടി കുപ്പിക്കകത്ത് തൂക്കിയിടുന്നു. ഫിറമോൺ കൈകളിൽ പുരളാതിരിക്കാൻ കയ്യുറ ധരിക്കുകയോ കവർ ഉപയോഗിച്ച് കൈ പൊതിയുകയോ വേണം. കുപ്പിയുടെ മുറിച്ചെടുത്ത താഴ്ഭാഗം അടച്ചു വെക്കുകയാണെങ്കിൽ ചത്തുവീഴുന്ന കായ്ച്ചകളെ കുപ്പിയിൽ ശേഖരിക്കാം. ഇപ്രകാരം തയ്യാറാക്കുന്ന കെണികൾ വിളകൾ പൂവിടുന്നതിന് മുൻപേ കൃഷിയിടത്തിൽ സ്ഥാപിക്കേണ്ടതാണ്. സെക്സ് ഫിറമോണിന് സമാന ഘടനയിൽ നിർമ്മിച്ച ക്യൂലിയറിൽ ആകൃഷ്ടരായി ആൺകായീച്ചകൾ ബ്ലോക്കിൽ വന്നിരിക്കുകയും ബ്ലോക്കിലെ മാലത്തിയോണിന്റെ പ്രവർത്തനം മൂലം ചത്തു വീഴുകയും ചെയ്യുന്നു. കീടത്തെ കുപ്പിയിലാക്കുന്ന വിദ്യ ഇപ്പോൾ പിടികിട്ടി കാണുമല്ലോ അല്ലേ?